എറണാകുളം സെൻട്രൽ സ്ക്വയർ മാളിലുള്ള ഐമാക്സ് 3Dയിലാണ് സൂപ്പർമാൻ കാണാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളത്തിലുള്ള 2 ഐമാക്സുകളിൽ ഒന്ന് ഇവിടെ എറണാകുളത്താണ്. MG റോഡിലുള്ള സെൻട്രൽ സ്ക്വയർ മാളിലുള്ള സിനിപോളിസിലാണ് പുതിയ ഐമാക്സ് സ്ക്രീൻ തുറന്നിട്ടുള്ളത്. വേറൊന്നുള്ളത് ട്രിവാൻഡ്രത്തിലാണ്. മുൻപ് തന്നെ ഇവിടെ സിനിപോളിസ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സിനിപോളിസിലേക്ക് ആഡ് ചെയ്ത ഒരു സ്ക്രീനായിട്ടാണ് പുതിയ ഐമാക്സ് ഇവിടെ വന്നിരിക്കുന്നത്. ഐമാക്സിൽ ഇവിടെ മുൻപും സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് സൂപ്പർമാൻ്റെ എക്സ്പീരിയൻസ് ബെസ്റ്റ് എൻജോയ്ഡ് ഇൻ PXL അല്ലെങ്കിൽ നമ്മുടെ ഐമാക്സ് സ്ക്രീനുകളിലാണ് അത് ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. ഐമാക്സിൽ തന്നെ ഇവിടെ 2D വേർഷനും ഉണ്ട് 3D വേർഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. 2D ബുക്ക് ചെയ്തിട്ട് നമ്മൾ 3D ഗ്ലാസ്സസ് നമുക്ക് ഇട്ടായിരിക്കുമ്പോഴേ നമ്മളത് ഓർക്കുള്ളൂ നമ്മൾ ബുക്ക് ചെയ്ത് 2D ആണെന്ന്. അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ 2D ആണോ 3D ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ബുക്ക് ചെയ്യുക. ഇതാണ് ഐമാക്സിൻ്റെ ലോഞ്ച്. വളരെ ആ ഒരു ഐമാക്സിലേക്കുള്ള ആ ഒരു എൻട്രൻസും അതൊക്കെ കാണാം. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്ത ഒരുപാട് ഫാമിലീസും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെയാണ് അതിൻ്റെ ഗ്ലാസ് കൊടുക്കുക. ഗ്ലാസ് 3D ഗ്ലാസ് സാധാരണ 3D ഗ്ലാസ് പോലെയല്ല. ഇതിനകത്ത് നമ്മുടെ PG-13 ആയതുകൊണ്ട് തന്നെ ആ ഒരു ഏജ് ഗ്രൂപ്പുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും വേറെ വേറെ അതായത് അളവിലുള്ള ഗ്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് സിനിമ കാണാനും അതിപ്പോൾ 3D തന്നെ ആവണമെന്നില്ല. നമ്മൾ സെൻട്രൽ സീറ്റ് പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത്. അത് ഓരോരുടെ ഇഷ്ടമാണ്. എന്നാലും സെൻട്രൽ സീറ്റാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു സ്ക്രീനിൻ്റെ മൊത്തം സെൻട്രൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് വ്യൂ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അത്യാവശ്യം സെൻട്രലായിട്ട് തന്നെ ഒരു സീറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് സീറ്റിൽ നിന്നുള്ള വ്യൂ. നല്ല ഗംഭീരമായ ഇൻറ്റീരിയറാണ് ഐമാക്സിൻ്റെ. സീറ്റ് പക്ഷേ അത്ര ഗംഭീരം എന്ന് പറയാനില്ല. എന്നാലും കണ്ടവരെല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ചീർ വർത്തിയായിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇതാണ് സ്ക്രീൻ. നല്ല ഇമേഴ്സീവ് 3D എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ സിനിമയുടെ അനുഭവം എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ പറയാം. ജെയിംസ് ഗൺ കഥ എഴുതി ജെയിംസ് ഗൺ ഡയറക്റ്റ് ചെയ്ത DC യൂണിവേഴ്സിറ്റി സൂപ്പർമാൻ വീണ്ടും ഒരു റീബൂട്ട് കൊടുക്കുന്ന സിനിമയാണ്. ഡേവിഡ് ക്വാരൻസെറ്റ് സൂപ്പർമാനായി എത്തുന്ന സിനിമയാണ്. ഇങ്ങനെ നമ്മൾ ഒരുപാട് കാത്തിരുന്ന DC യൂണിവേഴ്സിൻ്റെയും കൂടി ഒരു റീബൂട്ടായ ഒരു സിനിമയാണ്. അപ്പോൾ സൂപ്പർമാൻ എങ്ങനെയുണ്ടായിരുന്നു? ഒന്നാമത് ഒരു ഐമാക്സിലാണ് ഈ സിനിമ കണ്ടത്. 3D അതിഗംഭീരമായ ക്വാളിറ്റി ആയിരുന്നു. അതുപോലെ തന്നെ സൗണ്ട് എഫക്ട്സ് ആണെങ്കിലും നിങ്ങൾ ഈ സിനിമയ്ക്ക് ബെസ്റ്റ് ഫോർമാറ്റ് ഐമാക്സ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഐമാക്സിൽ ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി. സിനിമയുടെ കഥാഗതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് നമ്മളെ മനസ്സിൽ കിടക്കുന്ന മാൻ ഓഫ് സ്റ്റീലിലെ കഥാപാത്രത്തിൽ നിന്നും, അതായത് സൂപ്പർമാൻ്റെ ആംഗിളിൽ നിന്നും ജെയിംസ് ഗൺ വേറൊരു ആംഗിളിലാണ് ഈ കഥാപാത്രത്തെ ഇതിനകത്ത് കൺസീവ് ചെയ്തിരിക്കുന്നത്. അത് മോർ ഓഫ് ഹ്യൂമൻ, കുറച്ചുകൂടി ഹ്യൂമനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സൂപ്പർമാനാണ് ഈ സിനിമയ്ക്കകത്ത് ഡേവിഡ് ക്വാരൻസെറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഡേവിഡ് ക്വാരൻസെറ്റും അതുപോലെ തന്നെ റേച്ചൽ അവതരിപ്പിച്ച ലവറിൻ്റെ കഥാപാത്രവും തമ്മിൽ ഡെയിലിയും അവർ തമ്മിലുള്ള ആ ന്യൂസ് ചാനലുള്ള രംഗങ്ങളും അതൊക്കെ ഡയറക്റ്റ് ആ കഥയിലേക്ക് വന്ന് ഒരുപാട് ഒറിജിൻ സ്റ്റോറി ഓഫ് പാസ്റ്റ് ഒന്നും പറയാതെ തന്നെ അതിനകത്തേക്ക് കടക്കുകയാണ്. അതുപോലെ ലെക്സ് ലൂതർ എന്ന് പറയുന്ന ഒരു മൾട്ടി മില്യണയർ, അതായത് ഒരു ആം ഡീലർ കൂടിയാണ് അദ്ദേഹം. 2 രാജ്യങ്ങൾക്കിടയിലുള്ള യുദ്ധത്തിൽ അദ്ദേഹം കൈയടത്തുന്നു. അതിനകത്ത് US ഇൻവോൾവ് ആവുന്നു. ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മളൊരു പൊളിറ്റിക്സ് ഇവിടെ സംസാരിക്കുകയാണോ എന്ന് തോന്നും. പക്ഷേ ഒരു കറണ്ട് കാലത്ത് വളരെ റെലവൻ്റ് ആയ ഒരു ജിയോ പൊളിറ്റിക്സിൻ്റെ ആംഗിൾ കൂടി ഈ സിനിമ നമുക്ക് തരുന്നുണ്ട്. അതിനകത്ത് ഒരു അണ്ടർലൈനായിട്ട് അതങ്ങ് പോകുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് സർപ്രൈസ് ആയിട്ടുള്ള പെർഫോമൻസസ് ഉണ്ട്. ഒന്നാമത് ഡേവിഡ് ക്വാരൻസെറ്റ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ സൂപ്പർമാൻ ഉണ്ടാവുന്ന ഒരു ഡിലേമയുണ്ട്. സൂപ്പർമാൻ ഒരു ഏലിയനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ക്രൗഡിന് മുന്നിൽ, അതായത് പബ്ലിക്കിന് മുന്നിൽ ഹ്യൂമിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലെക്സ് ലൂതർ എന്നുള്ള ഈ മൾട്ടി മില്യണർ ശ്രമിക്കുന്നത്. അതിനുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാക്കി അദ്ദേഹത്തെ അതിനകത്തൊക്കെ ട്രാപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് പോലുള്ള ഒരു സംഭവം സൂപ്പർമാൻ ഇതിനകത്ത് ഫീൽ ചെയ്യുന്നു. അദ്ദേഹം അതിനകത്ത് നിന്ന് പുറത്തു വരുമോ എന്നുള്ളതാണ്, സൂപ്പർമാനായി തിരിച്ചു വരുമോ എന്നതാണ് സിനിമയുടെ കഥാഗതി. അപ്പോൾ ഈ 2 രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന ഈ യുദ്ധത്തിൽ സൂപ്പർമാൻ എങ്ങനെ ഇൻവോൾവ് ആവുന്നു, അതിൽ എങ്ങനെ ആ യുദ്ധം എങ്ങനെ അവസാനിക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ ഒരു പ്രമേയമായി വന്നിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ എടുത്തു പറയേണ്ടത് ഈ ക്രിപ്റ്റോ എന്നുള്ള സൂപ്പർ ഡോഗ്. അത് നമുക്കറിയാം സൂപ്പർമാൻ പോലെ തന്നെ എക്സ്ട്രാ കഴിവുകളുള്ള ഒരു ഡോഗാണ്. അതുപോലെ തന്നെയുള്ള കഴിവുകളുള്ള ഒരു ഡോഗാണ് ക്രിപ്റ്റോ എന്നുള്ള ആ ഡോഗ്. ഇതിനകത്ത് വളരെ ക്യൂട്ടായിട്ടും, അതായത് PG-13 ആണ് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഏജ് ഗ്രൂപ്പുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കഥാപാത്രം വളരെ നന്നായിട്ട് അതിൻ്റെ CGI വർക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എഡി ഗാത്തേക്ക് ചെയ്ത മിസ്റ്റർ ടെറിഫിക്, പേര് പോലെ തന്നെ ടെറിഫിക് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷൻ. അപ്പോൾ ആ സിനിമയിൽ ഒരു പ്രത്യേക സമയത്താണ് ഈ ഒരു എൻട്രി വരുന്നത്. അത് ഗ്രീൻ ലാൻഡേൺ
പറയുന്നത്. അതായത് ജസ്റ്റിസ് ഗ്യാങ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ടീം അതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നതോടെ കഥാഗതി വളരെയധികം അവരുടെ ഹ്യൂമറും എല്ലാം ഓൺ പോയിന്റ് ആയിരുന്നു. മൊത്തത്തിൽ നോക്കി കഴിയുമ്പോൾ ഇത് ഒരുപാട് ആക്ഷൻ സീക്വൻസുകൾ നമ്മൾ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അത്രയും ആക്ഷൻ സീക്വൻസുകളില്ല. തന്നെ ഉള്ളതൊക്കെ ഒരു ബ്ലാക്ക് ഹോളിനെ ചുറ്റിപ്പറ്റി ഒരു പാരലൽ യൂണിവേഴ്സ്, അവിടേക്കുള്ള CGI ഒക്കെ ഗംഭീരമായിരുന്നു. ഇതിനകത്ത് കൂടുതലും വരുന്നത് പേഴ്സണൽ ഡിലേമ, പിന്നെ സൂപ്പർമാൻ എന്നുള്ള ആ ഒരു ഇത് കോഡ് ചെയ്ത് തന്നെ, ആ ഒരു സൂപ്പർ ഹ്യൂമനെ കോഡ് ചെയ്ത് തന്നെ ഇതുപോലുള്ള എന്താണ് സേവ് ചെയ്യാൻ വേണ്ടി, അത് ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി നമ്മൾ ചെറുത് എന്ന കുട്ടികളോട് അങ്ങനെയുള്ള കാര്യങ്ങളോട് വളരെ സഹാനുഭൂതിയുള്ള ലവ് അല്ലെങ്കിൽ അഫെക്ഷൻ അല്ലെങ്കിൽ രക്ഷ എന്നുള്ളത് ഒരു പ്രധാന പോയിന്റായിട്ട് കാണുന്ന ഒരു സൂപ്പർമാനെയാണ്. അതായത് ഒരു ഇൻസിഡൻറ്റിൽ പെടുമ്പോൾ തന്നെ പലരും അദ്ദേഹത്തെ കൂടെ രക്ഷിക്കാൻ വരുന്നവർ അവിടെ ഡാമേജുകൾ ഉണ്ടാക്കുമ്പോൾ അതിനും ഒരു തൃപ്തി വരാത്ത സൂപ്പർമാനെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ ഒരു സേവിയർ ഓഫ് ദി എർത്ത് എന്നുള്ള രീതിയിൽ അദ്ദേഹം അങ്ങനെ അവതരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഹ്യൂമൻ ആയിട്ടുള്ള എല്ലാ വൾണറബിലിറ്റിയും ഉണ്ട്. അതിലൊരു സീനിൽ ലെക്സ് ലൂഥറിനോട് പറയുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ട് എനിക്ക് ഈ പവറുകൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഞാൻ ഡൗൺ ആണെന്ന് തോന്നിയ കാരണം ആഫ്റ്റർ ഓൾ ഐ എം എ ഹ്യൂമൻ, ഐ എം നോട്ട് ആൻ ഏലിയൻ എന്ന് സൂപ്പർമാൻ സ്ഥാപിക്കുന്ന ഒരു രംഗമൊക്കെ അത് വളരെ നന്നായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജെയിംസ് ഗണ്ണിൻ്റെ എഴുത്ത് സഹായിച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സൂപ്പർമാൻ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്യാരക്ടറൈസേഷനിൽ വരുമ്പോൾ ഒരുപാട് ആക്ഷൻ ആർക്കുകളിലൂടെ ഈ സിനിമ കടന്നു പോകുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ നെഗറ്റീവോ അല്ലെങ്കിൽ അത് തന്നെയായിരിക്കാം ഇതിൻ്റെ പോസിറ്റീവ്. കാരണം ഇത് മോർ ഓഫ് ഹ്യൂമൻ സൈഡ് ഓഫ് സൂപ്പർമാൻ എടുത്ത് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അത് വളരെയധികം ഇമോഷണലി കണക്ട് ആയിട്ടുണ്ട്. എല്ലാവരും പെർഫോമൻസ് മികച്ചു നിന്നെങ്കിലും എഡി ഗാത്തേഗയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്, മിസ്റ്റർ ടെറിഫിക് ആയിട്ട്. അതുപോലെ ക്രിപ്റ്റോ എന്നുള്ള ക്യാരക്ടറൈസേഷനും അവരെ തമ്മിലുള്ള കെമിസ്ട്രിയും ഗംഭീരമായിട്ട് സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സൂപ്പർ മാൻ്റെ ഫാനാണ്, അതായത് ഇതുപോലുള്ള കോമിക്സുകളുടെ ഫാനാണെങ്കിൽ നിങ്ങൾ തീർത്തും ഈ സിനിമ നിരാശപ്പെടുത്തില്ല. പിന്നെ എല്ലാ ആംഗിളും എല്ലാ ഓൾഡ് കാറ്റഗറിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. ഒരുപാട് രക്തച്ചൊരിച്ചിലുകളോ അങ്ങനെയുള്ള ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സൂപ്പർമാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സൂപ്പർമാൻ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അഭിപ്രായം പറയാം. ഇല്ലാത്തവർ ഇത് നിങ്ങളെ ബെസ്റ്റ് ഒന്ന് PXL, എപ്പിക് അല്ലെങ്കിൽ IMAX, ഇത് കുറഞ്ഞ സ്ക്രീനിൽ ഇത് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സംശയമുണ്ട്. അതുപോലെ തന്നെ ഇത് 2Dയിലും 3Dയിലും ഉണ്ട്. 3D വർക്ക് ചില സീനുകളിൽ സൂപ്പർമാൻ്റെ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് IMAX രസമുണ്ടായിരുന്നു. പക്ഷേ IMAX 2Dയിലാണെങ്കിലും ഇതിന് അത്ര വലിയ വ്യത്യാസമുണ്ട്. ഒരുപാട് നമ്മളെ സ്കെയർ ചെയ്യുന്ന രീതിയിലുള്ള നമ്മൾ 3Dയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന അങ്ങനത്തെ രംഗങ്ങൾ വളരെ കുറവാണ്. എന്നിരുന്നാലും നിങ്ങൾ ഈ സിനിമ കാണുക, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. Thank you.